ശരിവെച്ച് ഞങ്ങളുടെ ആരോപണം ശരിയായി എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലായിരിക്കുകയാണ്. 2 വോട്ട് ചേർത്ത് വ്യാജമായി ചേർത്ത് പിടികിട്ടാ പുള്ളിയായിട്ട് ജില്ലാ പ്രസിഡന്റ് ഇപ്പൊ നിൽക്കുകയാണ്. പോലീസിന് എന്താണ് മറുപടി പറയാനുള്ളത്? ഇലക്ഷൻ കമ്മീഷൻ എന്താണ് മറുപടി പറയാനുള്ളത്? ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇപ്പോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് BJPയുടെ ജില്ലാ പ്രസിഡന്റ് തൊട്ട ഓഫീസിൽ ഇരുന്നിട്ട് ഇങ്ങോട്ട് വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള ജനകീയ പ്രതിഷേധം എന്ന് പറയുന്നത്. ഈ കേരളം മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. UDF ഉയർത്തിയ പ്രതിഷേധം ഫലം കണ്ടതാണോ? അങ്ങനെ തന്നെയാണോ? അല്ല, UDF ഉയർത്തിയ ഒരു പ്രതിഷേധമല്ല. UDF നിയമാനുസൃതം നൽകിയ പരാതി, ആ പരാതി ഒളിച്ചു വെച്ച് ആ പരാതിയിൽ നടപടിയെടുക്കാത്ത പോലീസിന് നാണം കെട്ട ഒരവസ്ഥ, ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ ഒരു നാണം കെട്ട അവസ്ഥ ഉണ്ടാക്കിയില്ലേ? ഇങ്ങനെ 2 കാർഡ് ചേർക്കുമ്പോൾ പിടിക്കപ്പെടേണ്ടത് ആരാണ്? കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ സഹായിക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ആ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു പരാതി നൽകിയാൽ പോലീസ് ഇടപെടണ്ടേ? ഈ നിയമം നടപ്പിലാക്കേണ്ടതിന് പകരം നിയമവിരുദ്ധർ അഴിഞ്ഞാടുന്ന ഒരു നാടായി കേരളത്തിലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി നാടിനെ മാറ്റിയിരിക്കുക. ഈ 2 വോട്ട് 2 ID കാർഡ് കയ്യിൽ വെച്ചാൽ അത് ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പിന്റെ ജനപ്രാതിനിധ്യ നിയമം 31-ാം വകുപ്പ് പ്രകാരം നിയമവിരുദ്ധമാണ്. ഈ 2 കാർഡ് കൈവശം വെച്ചത് പിടികൂടിയാൽ 1 വർഷം വരെ കഠിന തടവും ഫൈനും കിട്ടേണ്ട കേസാണ്. ഇതുവരെ കൈയും കെട്ടി നിന്ന പോലീസ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് വരുന്നു എന്നറിഞ്ഞ് ഇവിടെ വന്ന് നിന്ന് ഞങ്ങളെ നീക്കം ചെയ്യാൻ ശ്രമിച്ചു. നിങ്ങൾ ആലോചിക്കണം, നിയമവിരുദ്ധമായി ഇവിടെ ചട്ടവിരുദ്ധമായി വ്യാജ കാർഡ് എടുത്തു വെച്ച് പോക്കറ്റിലിട്ടിരിക്കുന്ന ആ KM ഹരിദാസ് എന്ന് പറഞ്ഞ BJPയുടെ ജില്ലാ പ്രസിഡന്റിന് പരവതാനി ഒരുക്കി, സുരക്ഷയൊരുക്കി പോലീസ് കാത്തുനിന്നു. എവിടെ പോലീസ് ഇപ്പോ? നാണം കെട്ട പോലീസ്. ഇത് തന്നെയാണ് കേരളത്തിലെ പോലീസിനെ ഇതുപോലെ നാണം കെടുത്തിയ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ മറുപടി പറയണം. എവിടെ MP രാജേഷ്? ഇദ്ദേഹം വോട്ട് ചെയ്യാൻ വന്നാൽ തടയുമെന്ന് പറഞ്ഞ് പൊടി പോലുമില്ല. അനിക് സ്പ്രേയുടെ പരസ്യം പോലെ പൊടി പോലുമില്ല ഇവിടെ കണ്ടുപിടിക്കാൻ. UDFന്റെ കരുത്തരായ ആളുകൾ ഞങ്ങൾ വന്നത് തടയാനല്ല, നിയമാനുസൃതം ചോദ്യം ചെയ്യാൻ ഞങ്ങളുടെ പോളിംഗ് ഏജന്റിനെ അനുവദിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾ നേരിടാൻ വേണ്ടി വന്നതാണ്. അവിടെ നിയമാനുസൃതം, ഞാൻ നേരത്തെ പറഞ്ഞു, നിയമാനുസൃതം ഞങ്ങൾ ചോദ്യം ചെയ്യും. ആ വോട്ട് ചെയ്യാൻ വന്നാൽ അവിടെ ഞങ്ങൾ പ്രതിഷേധമുണ്ടാക്കും, അതിനെ അനുവദിക്കില്ലെന്ന് പറയും, അല്ലേ? ആ വോട്ട് ചാലഞ്ച് ചെയ്യും. അതാണ് ജനാധിപത്യ നിയമം. ആ നിയമപ്രകാരം ചെയ്യുന്ന പറഞ്ഞത്. പേടിച്ച് ഓടി ഒളിച്ച KM ഹരിദാസ് ആ സ്ഥാനം രാജിവെച്ച് മാന്യത കാണിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിപ്പോ UDF പ്രവർത്തകർ ഈ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ പോലീസിന്റെ സഹായത്തോടെ അദ്ദേഹത്തിന് പോളിംഗ് ബൂത്തിൽ വരാൻ കഴിയുമായിരുന്നു എന്ന് UDF കരുതുന്നു. അങ്ങനെ തീർച്ചയായിട്ടും സംരക്ഷണില്ല. ഞങ്ങൾ ഇതിനെ നിയമപരമായിട്ട് തടയുമെന്ന് ഇവർക്ക് അറിവില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇത്രയേറെ പോലീസുകാർ, ഞാനും ഏതാനും പ്രവർത്തകരും ഇവിടെ വന്നപ്പോ